അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ രണാങ്കണത്തിലേക്ക് പോകുന്ന സമയത്ത് ബദറിൻ്റെ തലേ ദിവസവും ബദറിൻ്റെ ആ രാത്രിയിലുമൊക്കെ സ്വഹാബത്തിന് വലിയ പ്രതീക്ഷകളാണ് നൽകിയത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കും മാത്രമല്ല, ഇവിടെ ഓരോ സ്ഥലങ്ങൾ ബദറിലെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ അബൂജഹൽ, ഉതുബത്ത്, ഷൈബത്ത് തുടങ്ങിയിട്ടുള്ള ശത്രുക്കളുടെ നേതാക്കൾ ഇവിടെ മരണപ്പെട്ടു വീഴും, അവർ കൊല ചെയ്യപ്പെട്ടു വീഴും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല പല രീതികളിലായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ബദറിൽ വിജയിക്കും എന്നുള്ളത്. വെറും 313 സ്വഹാബത്താണല്ലോ ഉള്ളത്. 900 ശത്രുപക്ഷത്ത് ആളുകളുണ്ട്. ഈ 900 ആളുകളുടെ ഭക്ഷണങ്ങൾ ആയിരക്കണക്കിന് ഒട്ടകങ്ങളാണ്. ഒരു ദിവസം അവർ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ ഇറക്കുമെന്നാണ്. അങ്ങനെ അവർ കള്ളു കുടിച്ച് മസ്തായി അവർ ഭക്ഷണം കഴിച്ച് നല്ല ആഘോഷത്തിമിർപ്പിലാണ് അവർ വരുന്നത്. ഇവിടെയെല്ലാം ശത്രുക്കൾ വലിയ ശക്തമാണ് എന്നറിഞ്ഞിരിക്കെ അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് വിജയം വാഗ്ദാനം ചെയ്തു കൊടുത്തു. ആ വിജയം വാഗ്ദാനം ചെയ്ത അന്ന് രാത്രി നാളെ ബദർ രണാങ്കണത്തിൽ ശത്രുക്കളോട് പോരാടാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് എന്ത് ചെയ്യാണ്, ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്താണ് തലേ ദിവസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിസ്കരിച്ച് സ്വഹാബത്ത് എല്ലാവരും വിശ്രമിക്കുകയാണ്. ആ വിശ്രമിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് അവിടെ അടുത്തുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദിഹിൽ ഇസാബത ഇൻ തുഹ്ലക് ഫലം തുഅബദ് ഫിൽ അർളി അബദാ. അള്ളാഹുവേ, ഇങ്ങനെ ഒരു സംഘത്തെ നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാൻ്റെ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഇനി ഒരാളുണ്ടാകൂലട്ടോ എന്ന് പറഞ്ഞിട്ട് വലിയ വിഷമത്തിലായി, വലിയ കഷ്ടത്തിലായതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാണ്. അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് തൻ്റെ തോൾ ഭാഗത്തുള്ള തട്ടം അവർ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞ് അത്രയും ശക്തമായ കരയിൽ അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ദുആ ചെയ്തൊരു പ്രാർത്ഥന വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അത്രയും വളരെ അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് തേടിയൊരു നിമിഷമായിരുന്നു ആ നിമിഷം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിൽ ചെന്നിട്ട് കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, മതി ഹബീബായ നബിയെ, മതി, അള്ളാഹ് സഹായിക്കും നമ്മെ എന്ന് പറഞ്ഞ് മുത്തുനബിയെ സമാധാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നോക്കി നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഇതിങ്ങനെ പറഞ്ഞിട്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് ഹക്കിൻ്റെ മേലാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്യാണ്. ആ ദുആയുടെ അവസാനത്തിൽ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയെ സമാധാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠം ലഭിക്കാനുണ്ട്. വിജയം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലേ ദിവസം രാത്രിയിൽ റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം, ഈ വിഷയം ഒരു കാര്യം അത് നടക്കും, അത് സംഭവിക്കും എന്നൊക്കെ ഉറപ്പാണ്. എല്ലാം സംഭവിക്കും എന്നുള്ളത് ശരിയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ
അള്ളാഹു ശരിയാക്കി, നാളെ അത് ശരിയാക്കി തരും, നടക്കും, എൻ്റെ ഒരു കാര്യം, എൻ്റെ വിസ റെഡിയാകും, അല്ലെങ്കിൽ എൻ്റെ മകളെ വിവാഹം നാളെ ശരിയാകും, അല്ലെങ്കിൽ എനിക്ക് കുറി അടിച്ചിട്ടുണ്ട് ക്യാഷ് കയ്യിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന് ബിസിനസ് ഉയർന്നിട്ടുണ്ട് നാളെ ലാഭം കിട്ടും എന്നെല്ലാം നമുക്ക് ഉറപ്പായിരിക്കണ സമയത്ത് റബ്ബിലേക്ക് നമ്മൾ കൈ ഉയർത്തണം, അള്ളാഹുവിലേക്ക് നമ്മൾ കൈ ഉയർത്തണം. ഇതാണ് വിജയം. ഉറപ്പാണെങ്കിലും നമ്മൾ പ്രാർത്ഥന വിടാൻ പാടില്ല. വിജയം സുനിശ്ചിതമാണെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥന അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, റബ്ബിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഈ ഒരു വിഷയവുമായി നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തുനബിക്ക് ഉറപ്പാണ് ബദ്റിൽ വിജയിക്കുമെന്നുള്ളത്. എന്നിട്ട് പോലും റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് അത്രയും ശക്തമായ രീതിയിൽ കരഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ആ ഒരു രീതിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹു അങ്ങനെയൊക്കെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.